ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ ഹെൽപ്പ് ലൈൻ എന്ന പ്രോഗ്രാമിൻ്റെ പാർട്ട് 5 വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം തന്നെ ഈ കാണുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓരോ 48 മണിക്കൂറിലും നിങ്ങൾക്കുള്ള ഉത്തരവുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നും 10 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. നേരിട്ട് അതിലേക്ക് തന്നെ കിടക്കുന്നതാണ്. മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിപിൻ കുമാറാണ്. എൻ്റെ പേര് വിപിൻ കുമാർ, ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നാട്ടിൽ സ്ഥിരമല്ലാത്ത തന്നെ ഷോറൂമിൽ പോയി തിരക്കാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിലുള്ളത് സ്റ്റാൻഡേർഡ് 350 BS4 ആണ്. അതിൽ എനിക്ക് പുതിയ മോഡൽ പോലെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ചെയ്യണം. അതിന് വേണ്ടിയ സ്പെയറും കോസ്റ്റും എന്ന് പറയാമോ? ഓക്കെ സാർ, അതിൻ്റെ സ്പെയറും കോസ്റ്റും പറയുകയാണെങ്കിൽ ഫ്രണ്ട് മാത്രം വരുന്നത് 8400 രൂപയോളം സ്പെയർ മാത്രം ഫ്രണ്ട് വരുന്നുണ്ട്. ബാക്കാണെങ്കിൽ 18000 സ്പെയർ മാത്രം വരുന്നുണ്ട്. ലേബർ ഒരു 3000 രൂപ അടുപ്പിച്ച് വരുന്നതാണ്. ടോട്ടൽ 30,000-നകത്ത് നിൽക്കുന്നതാണ് എന്തായാലും. ഓക്കെ സാർ, വ്യക്തമായി എന്ന് കരുതുന്നു. താങ്ക് യു. അടുത്ത രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അബിൻ കുഞ്ഞുമോനാണ്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350ക്ക് ബെസ്റ്റ് എഞ്ചിൻ ഓയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ബെസ്റ്റ് എഞ്ചിൻ ഓയിൽ ഏതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയാണ് ബെസ്റ്റ്, കമ്പനി ഓയിൽ തന്നെയാണ് ബെസ്റ്റ് ഓയിൽ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഞ്ചിന് വേണ്ട ക്വാളിറ്റി ചെക്കുകളും കാര്യങ്ങളും നടത്തിയാണ് ഒരു ഓയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കമ്പനി ഓയിൽ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾ വെളിയിലെ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഗ്രേഡ് ശ്രദ്ധിക്കുക. 50W50 ആണ് ക്ലാസിക് 350യുടെയൊക്കെ എഞ്ചിൻ ഓയിൽ ഗ്രേഡ് വരുന്നത്. ആ ഗ്രേഡ് പുറത്തുനിന്നുള്ള ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ആ ഗ്രേഡ് അതാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഉത്തരം വ്യക്തമായെന്ന് കരുതുന്നു. താങ്ക് യു. അടുത്ത മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീകുമാർ PT ആണ്. ഞാൻ എൻ്റെ ക്ലാസിക് 350യിൽ സീറ്റ് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ഇലക്ട്ര 350യുടെ സീറ്റ് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നു. അങ്ങനെ മാറ്റിയാൽ ഹാൻഡിൽ ബാർ മാറ്റേണ്ടി വരുമോ? ഹാൻഡിൽ ബാറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നോർമലി സീറ്റ് മാറ്റാവുന്നതാണ്. സീറ്റ് മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്. ക്ലാമ്പും കാര്യങ്ങളൊക്കെ അഡീഷണൽ കയറ്റി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഹാൻഡിൽ ബാറൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ ബ്രോ, താങ്ക് യു. അടുത്ത നാലാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചാനൽ നെയിമാണ് നൈറ്റ് റൈഡർ എന്നാണ് പേര്. ബ്രോ, ഇലക്ട്ര ആണ് വണ്ടി. എടുത്തിട്ട് 2 മാസം വണ്ടിക്ക് വലതുവശത്തേക്ക് വലിവുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെറിയൊരു വീഡിയോ. വണ്ടിക്ക് വലത്തോട്ടോ എടുത്തോട്ടോ പുള്ളിങ് ഉണ്ടെങ്കിൽ അത് പല കാരണം കൊണ്ടാവാം. ആദ്യമേ തന്നെ ടയർ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. സ്പോക്സ് ലൂസാണോ എന്നും ശ്രദ്ധിക്കുക. ഫോർക്ക് പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിൽ വരുന്ന 8ൻ്റെ അലങ്കി ബോൾട്ട് കറക്റ്റ് ടൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ബോർഡർ സ്കെറ്റ് കംപ്ലൈൻ്റ് ആണോ എന്നും പരിശോധിക്കുക. ഫോർക്ക് പൈപ്പ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. വീൽ ഹബ്ബ്, വീൽ ബെയറിംഗ് ഇവയെല്ലാം ചെക്ക് ചെയ്യുക. പല കാരണങ്ങൾ കൊണ്ടും വണ്ടിയിൽ ഒഴിച്ചിൽ വരാം. നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ട് ഇവയെല്ലാം പരിശോധിപ്പിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷെഫീഖാണ്. ക്ലാസിക് ബെൻഡ് വൈപ്പിലെ ഫിൽറ്റർ എടുത്ത് മാറ്റിയാൽ സൗണ്ട് കൂടുമോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എഞ്ചിന്? ഇത് ഞാൻ എല്ലാ പാർട്ടിലും ആവർത്തിക്കുന്ന ഒരു ഉത്തരമാണ്. എന്ന് വെച്ചാൽ ഫിൽറ്റർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മൈലേജ് കുറയും. കാരണം വണ്ടിയുടെ നോർമൽ പ്രോസസ്സ് അവിടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് എഞ്ചിൻ്റെ നോർമൽ പ്രോസസ്സ് അവിടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് മൈലേജിനെ അത് ബാധിക്കും. എഞ്ചിൻ ഹീറ്റിനും സാധ്യതയുണ്ട്. നിങ്ങളുടെ വണ്ടിക്ക് വാറണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ വാറണ്ടി അത് നഷ്ടപ്പെടുന്നതിന് കാരണമാവുന്നതാണ്. ഓക്കെ ബ്രോ, താങ്ക് യു. അടുത്ത ആറാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അലൻ രാജേഷാണ്. ബ്രോ, സ്കെൽറ്റ് ബ്ലാക്ക് 500 ആണ് വണ്ടി. അതിൽ ടാങ്ക്, ബാറ്ററി കവർ ഉൾപ്പെടെ മിക്കവാറും എല്ലാ ഏരിയയിലും പൗഡർ കോട്ടിംഗ് പോയി വൈറ്റ് ഡോട്ട്സ് വീണിട്ടുണ്ട്. പെയിൻറ്റിന് വാറണ്ടി കിട്ടുമോ? പാർട്സ് മാറ്റാനാണെങ്കിൽ മിക്കവാറും ബോഡി ഫുൾ മാറ്റേണ്ടി വരും. വണ്ടി ചേഞ്ച് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ടോ? വണ്ടി ചേഞ്ച് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ വണ്ടി ചേഞ്ച് ചെയ്ത് കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും നിങ്ങൾ ഷോറൂമിൽ പോവുക. അവിടെ വാറണ്ടിക്ക് വേണ്ടി പ്രത്യേകം ഒരാളുണ്ടാവും. ആ പുള്ളിക്കാരനെ കാണുക, എന്നിട്ട് സംസാരിക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ചിലപ്പോൾ ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പം വാറണ്ടിക്ക് എല്ലാ പാർട്സും മാറി കിട്ടിയെന്ന് വരാം. അല്ലാതെ എന്തെങ്കിലും കെമിക്കലോ മറ്റോ വീണ് ഇങ്ങനെ വന്നതാണെങ്കിൽ ഒരിക്കലും വാറണ്ടി ലഭിക്കുന്നതായിരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും നിങ്ങൾ വണ്ടി എടുത്ത ഷോറൂമിൽ പോവുക. അവിടെ പാർട്സ് വാറണ്ടി മാനേജറെ വല്ലതും കാണുക, ഇതിനെപ്പറ്റി സംസാരിക്കുക. ഓക്കെ ബ്രോ, താങ്ക് യു. അടുത്ത ഏഴാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അനൂപ് KR ആണ്. ക്ലാസിക് 350 ക്രാങ്ക് വെയിറ്റ് കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടാൻ പറ്റുമോ എന്ന് വെച്ചാൽ കൂട്ടാൻ പറ്റും. ഇപ്പോൾ ക്ലാസിക്കിൻ്റെ ഇപ്പോൾ ഉള്ളത് 8.5 ഒക്കെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്, ക്രാങ്ക് വെയിറ്റ് വരുന്നത്. അതിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ വെയിറ്റ് ആയിട്ട് നമുക്ക് ഉയർത്താൻ പറ്റും. സ്റ്റാൻഡേർഡിൻ്റെ വരുന്നത് 10.3 ആണ് വരുന്നത്. അപ്പോൾ കൂട്ടാൻ പറ്റുന്നതാണ്. ഓക്കെ ബ്രോ, താങ്ക് യു. അടുത്ത എട്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആഫീസാണ്. ബ്രോ, എൻ്റെ ബൈക്ക് സ്റ്റാൻഡേർഡ് 350 2014 മോഡൽ BS3 ആണ്. അതിൽ ക്ലാസിക്കിൻ്റെ ബാക്ക് ടയർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലാസിക്കിൻ്റെ ബാക്ക് ടയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ബ്രോ, താങ്ക് യു. അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അനൂപ് KR ആണ്. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയാൽ വൈബ്രേഷൻ മാറുമോ?
അങ്ങനെ മൊത്തമായി മാറുമെന്ന് പറയാൻ സാധിക്കത്തില്ല. എങ്കിലും നിങ്ങളിപ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ആ ഒരു ഫീലായിരിക്കും ക്രാങ്ക് വെയിറ്റ് മാറ്റിയതിന് ശേഷം ഉണ്ടാകുന്നത്. ഓക്കെ ബ്രോ, താങ്ക് യു. അടുത്ത 10ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജെറി പിക്കാണ്. തണ്ടർബേർഡ് 350Xന് ഡുവൽ ചാനൽ ABS ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എവിടെ നിന്ന് ചെയ്യാം? തീർച്ചയായിട്ടും ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ പാർട്ട് 4ലും 2ലും പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ബ്രോ അത് പോയി കാണുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എന്തായാലും താങ്കൾ വണ്ടിയെടുത്ത ഷോറൂമിലൊന്ന് തിരക്കി നോക്കുക. അവിടെ ഫിറ്റ് ചെയ്യുമെങ്കിൽ അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പോൾ പാർട്ട് 5 വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. It's caught in the crossfire.